Hi 10th, welcome back to my channel Haroon Hotspot. And so we were discussing about the chapter real numbers, and we discussed Euclid's division algorithm. Euclid's division lemma we discussed first. No, that means it says that for every positive integers a and b there exist unique positive integers q and r such that a is equal to bq plus r, and the speciality of that r is 0 less than or equal to r less than b. That means r should be greater than 0 and at the same time r should be less than b. That is very important condition. Then by developing that condition, we applied the same condition to calculate HCF of two numbers. That particular method is known as Euclid's division algorithm. Then after calculating HCF of two numbers, we discussed how to apply this same method HCF in word problems. That means how to relate this HCF with the real life based questions. We discussed two questions from that session, that fruit sellers question and that army, that question, that both questions were based on HCF. No, okay, so last today these are the topics which we discussed, and today we are going to deal with a few interesting and very important concept. As I mentioned, the board they taken away all the sessions which is not necessary in the chapter. So in the sense we are going to discuss only the important, the very necessary concept. So you are not supposed to skip the video. So as I mentioned, today we are going to discuss very important and very interesting concept. Okay, അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യമായിട്ട് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു തിയറമാണ്. ദാറ്റ് തിയറം ഈസ് നോൺ ആസ് The theorem is known as fundamental theorem of arithmetic. പേര് കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടും, ഇതന്നെ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്, എന്ത് വലിയ സംഭവമാണ് ഒന്നുമല്ല. നിങ്ങൾക്ക് പ്രൈം ഫാക്ടറൈസേഷൻ എന്താണെന്ന് അറിയില്ലേ? ഒരു നമ്പർ എഴുതി പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്നത് അറിയില്ലേ? സെയിം, അതാണ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്. പക്ഷേ അത് അപ്പം എന്താണ് പറയുക, ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്സ് നോൺ ആസ് പ്രൈം ഫാക്ടറൈസേഷൻ ഓർ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് എഴുതിയാൽ പോരാ, കുറച്ച് കണ്ടീഷൻസ് ഒക്കെ കൊടുത്ത് നമ്മൾ അതിനൊരു തിയറമായിട്ട് അങ്ങ് ഡെവലപ്പ് ചെയ്തെടുക്കും. അപ്പോൾ ഉദ്ദേശിക്കുന്നത് പ്രൈം ഫാക്ടറൈസേഷൻ തന്നെയാണ്. അപ്പം ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് എന്താണെന്ന് ഞാൻ പറയാം. അതിനു മുമ്പ് നമുക്ക് രണ്ട് ടൈപ്പ് നമ്പേഴ്സിനെ പറ്റി അറിയാം, പക്ഷെ നമ്മളൊന്ന് റീകോൾ ചെയ്യാൻ പോവാണ്. നിങ്ങളൊരു പക്ഷേ ചിലപ്പം മറന്നു പോകാനുള്ള സാധ്യതയില്ല, ഒരിക്കലും മറക്കൂല. എങ്കിലും ഞാൻ എൻ്റെ പാർട്ടിൽ നിന്ന് റീകോൾ ചെയ്യുന്നു. എന്താണ് പ്രൈം നമ്പേഴ്സ്? വാട്ട് യു മീൻ ബൈ പ്രൈം നമ്പേഴ്സ്? Prime numbers are the numbers which have only two factors, the same number and 1. For example, 2 is a prime number. Why? Because 2 is only having two factors, 1 and 2. 3 is a prime number. 3ക്ക് രണ്ട് ഫാക്ടർ ഉള്ളൂ, 1 ഉം 3 ഉം. 5 is a prime number. 5ന് രണ്ട് ഫാക്ടർ ഉള്ളൂ, 1 ഉം 5 ഉം. 6 is not a prime number. കാരണം എന്താ? 6ന് 6ഉം ആ 1 മാത്രമാണോ? നമുക്ക് മനസ്സിലായി എന്താണ് പ്രൈം നമ്പർ. പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ ആയിരിക്കണം, ആ നമ്പറിന് അതേ നമ്പറും 1 മാത്രമേ ഫാക്ടേഴ്സായിട്ട് വരാൻ പാടുള്ളൂ. ഉദാഹരണത്തിന് 2, 1 ഒരു പ്രൈം നമ്പർ അല്ല കേട്ടോ. 1നെ നമ്മൾ പ്രൈം നമ്പറായിട്ട് കൂട്ടാറില്ല. 2 മുതലാണ് പ്രൈം നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 ഒരു പ്രൈം നമ്പറാണ്, കാരണം 2നെ നമുക്ക് 2ൻ്റെ ഫാക്ടേഴ്സായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 2 1 ആണ്. 3 ഒരു പ്രൈം നമ്പറാണ്, 1 3 മാത്രമാണ് ഫാക്ടേഴ്സ് ആയിട്ടുള്ളൂ. 5 ഒരു പ്രൈം നമ്പറാണ്, 1 5 മാത്രമേ ഫാക്ടേഴ്സ് ആയിട്ടുള്ളൂ. 7 ഒരു പ്രൈം നമ്പറാണ്, 1 7 മാത്രമേ ഫാക്ടേഴ്സ് ആയിട്ടുള്ളൂ. എന്നാൽ 8 ഒരു പ്രൈം നമ്പർ അല്ല, കാരണം എന്താ? 1ഉം 2ഉം 4ഉം 8ഉം ഒക്കെ അതിൻ്റെ ഫാക്ടേഴ്സ് ആയിട്ടുള്ളൂ. അപ്പോൾ 1ഉം അതേ നമ്പറും തന്നെ ഫാക്ടേഴ്സ് ആയിട്ടുള്ള നമ്പേഴ്സാണ് പ്രൈം നമ്പേഴ്സ്. അപ്പോൾ പ്രൈം നമ്പേഴ്സ് എന്താണെന്ന് മനസ്സിലായി. ഇനി പ്രൈം നമ്പേഴ്സ് അല്ലാത്ത നമ്പേഴ്സൊക്കെയാണ് പറയുന്നത് കോമ്പോസിറ്റ് നമ്പർ. അതായത് 8 ഒരു കോമ്പോസിറ്റ് നമ്പറാണ്, കാരണം അത് പ്രൈം നമ്പർ അല്ല, കോമ്പോസിറ്റ് നമ്പറാണ്. കാരണം 2ൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉള്ളതിന് നമ്മൾ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് പ്രൈം നമ്പേഴ്സ് എന്നും കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് മനസ്സിലായല്ലോ അല്ലേ? സോ ജസ്റ്റ് ഒരു ചെറിയൊരു ഡെഫിനിഷൻ നിങ്ങളുടേതായ ഭാഷയിൽ എഴുതിക്കോളാം. സോ വൈൽ യു ആർ സെൻഡിങ് നോട്ട്സ് ഐ നീഡ് ടു സീ ദാറ്റ് ഡെഫിനിഷൻ. Okay, എന്താണ് what is the definition of prime number? So write that definition, and what is the definition of composite number? So numbers having only two factors, the same number and 1, that is known as prime number, and numbers having more than two factors is known as composite number. അപ്പം എന്താണ് കോമ്പോസിറ്റ് നമ്പർ എന്നും പ്രൈം നമ്പർ എന്നും മനസ്സിലായി. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് പറയാൻ പോവാണ്. എന്താണ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്? നമുക്ക് ടേബിളിലോട്ട് പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ടേബിളിലോട്ട് പോകാം. എന്നിട്ട് നമുക്ക് ഞാൻ എഴുതി കാണിച്ചു തരാം. അതിന് മുമ്പ് നമുക്ക് ഒരു ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ ആയിക്കോട്ടെ കുറച്ച് നേരം. അപ്പോൾ എന്താണ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ശ്രദ്ധിച്ചിട്ടുള്ള. ഇപ്പോൾ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ ഒക്കെ പഠിച്ചതുപോലെ ഒരു ഡെഫിനിഷനുണ്ട്, അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. കാരണം OMR ആയതുകൊണ്ട് നമുക്ക് ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാമെന്ന് പറയാൻ പറ്റില്ല.
അപ്പം ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് സ്റ്റേറ്റ്സ് ദാറ്റ് every composite numbers can be factorized or every composite numbers can be write as the product of prime numbers and this representation is unique. എന്തിനു മനസ്സിലായോ? Every composite numbers can be write as the product of prime numbers and this representation is unique. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കോമ്പോസിറ്റ് നമ്പറിനെയും നമുക്ക് പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതാമെന്ന് അത്രേ ഉള്ളൂ. ഉദാഹരണത്തിന് 4 ഒരു കോമ്പോസിറ്റ് നമ്പറാണ്. 4ന് നമുക്ക് പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതാൻ പറ്റുമോ? പറ്റും. 2 × 2 അപ്പോൾ 4 എന്ന് പറഞ്ഞാൽ 2 × 2 അപ്പോൾ അതിൽ 2 വന്നിട്ടുണ്ട്. ആ 2 പ്രൈം നമ്പേഴ്സ് അല്ലേ. ഇനി 6നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 3 2ഉം 3ഉം പ്രൈം നമ്പേഴ്സാണ്. ഇനി 8ന് നമുക്ക് എങ്ങനെ എഴുതാം? 2 × 2 × 2 ഈ 3 2ഉം പ്രൈം നമ്പേഴ്സാണ്. അതായത് ഏതൊരു കോമ്പോസിറ്റ് നമ്പറിനെയും നിങ്ങൾ പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതണം. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഉദാഹരണത്തിന് 10 ഒരു കോമ്പോസിറ്റ് നമ്പറാണോ? അതെ, 10 ഒരു കോമ്പോസിറ്റ് നമ്പറാണ്. എങ്കിൽ 10നെ പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതി നോക്കൂ. 2 × 5 പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതി. ഇതിനാണ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് എന്ന് പറയുന്നത്. പിന്നെ ഈ റെപ്രസെൻറ്റേഷൻ യുണീക്ക് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10നെ നമുക്ക് പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതാൻ ഒരേ ഒരു മാർഗ്ഗമുള്ളൂ 2 × 5. വേണമെങ്കിൽ അതിൻ്റെ ഓർഡർ മാറ്റാം 5 × 2 എന്നല്ലാതെ നമ്പേഴ്സ് മാറി വരുമോ? 10ന് നിങ്ങൾക്ക് 2 × 5 എന്നല്ലാണ്ട് പ്രൈം നമ്പേഴ്സിൻ്റെ ഇപ്പോൾ 10ന് നിങ്ങൾക്ക് 1 × 10 എന്ന് എഴുതാം. 1 × 10 എഴുതി കഴിഞ്ഞാൽ ആ 2 നമ്പേഴ്സും പ്രൈം നമ്പറാണോ? 10 ഒരു പ്രൈം നമ്പറാണോ? അല്ല. അപ്പോൾ 10ന് നമുക്ക് 1 × 10 എന്ന് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്കിൽ 10ന് നിങ്ങൾക്ക് 1 × 10 എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ പോലീസ് പിടിക്കുന്നില്ല, നിങ്ങൾക്ക് എഴുതാം. പക്ഷേ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് പറയുന്നത് ഒരു കോമ്പോസിറ്റ് നമ്പറിനെ പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റായിട്ട് മാത്രം എഴുതാനാണ്. അപ്പോൾ 10ന് നിങ്ങൾക്ക് 1 × 10 എഴുതാൻ പറ്റില്ല. എന്താണ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് വെച്ച്. അപ്പോൾ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് 10ൽ അപ്ലൈ ചെയ്യണമെങ്കിൽ 10ന് നിങ്ങൾ 2 × 5 എന്ന് തന്നെ എഴുതണം. ഇങ്ങനെയുള്ളൊരു റെപ്രസെൻറ്റേഷൻ മാത്രമേ പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റായിട്ട് ഇങ്ങനെയുള്ള റെപ്രസെൻറ്റേഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് ആ റെപ്രസെൻറ്റേഷൻ യുണീക്കാണ്, ഒന്നേ ഉള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഓർഡർ മാറ്റാമെന്ന് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് പറയുന്നത്. അതായത് 10ന് നിങ്ങൾക്ക് 2 × 5 എന്ന് പറയുന്നൊരു യുണീക്ക് റെപ്രസെൻറ്റേഷൻ എഴുതാം. വേണമെങ്കിൽ ഓർഡർ മാറ്റി നിങ്ങൾക്ക് 2 × 5 വരെ 10 × 2 എന്ന് എഴുതാം. അപ്പോൾ ഓർഡർ ക്യാൻ ബി നമ്പേഴ്സ് ക്യാൻ ബി ഇൻ്റർചേഞ്ച് എന്ന് സ്പെഷ്യൽ കൊട്ടേഷൻ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്. ഇത് ജസ്റ്റ് ഒന്ന് രണ്ട് നമ്പേഴ്സിനൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തൊരു എക്സാമ്പിൾ നമ്മൾ കാണിച്ച് പിന്നെ ഒരു ഫാക്ടർ ട്രീ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നല്ല രസമാണ്. ചിലപ്പോൾ OMR ആയതുകൊണ്ട് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. എളുപ്പമാണ്. പ്രൈം ഫാക്ടേഴ്സിന് മാത്രം മതി അതിനൊക്കെ. അതിനുശേഷം ഈ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് ഇത്രയും സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കേണ്ട. ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്ത് 1-2 പ്രോബ്ലമൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. അതൊക്കെയാണ് ഈ സെഷനിൽ. ഈ സെഷൻ എന്തായാലും നമുക്ക് ഒരു 10-35 മിനിറ്റിലൂടെ ഞാൻ നിർത്തും. നമുക്ക് ഇപ്പോൾ ഉള്ള ഷോർട്ട് വീഡിയോസ് എന്തുകൊണ്ടാണ് ഇത്ര ഷോർട്ട് ആവുന്നതെന്ന് വെച്ചാൽ ഇനി അടുത്ത കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സെഷൻ മുതൽ കുറച്ചും കൂടി ലെങ്തി ആയിരിക്കും. കാരണം തുടക്കമായതുകൊണ്ടാണ്. ഇങ്ങനത്തെ സിമ്പിൾ കോൺസെപ്റ്റ് ആയതുകൊണ്ട് അതൊക്കെ അങ്ങ് ഷോർട്ട് വീഡിയോസിൽ തീർന്നു പോയിക്കോട്ടെ എന്ന് വിചാരിച്ചു. നമുക്ക് എന്തായാലും ഈ മാസം എന്താണ് പറയുക, അവസാനത്തെ ആഴ്ച വരെ എനിക്കെന്തായാലും ഈ മാസം തീരുന്നതിന് മുമ്പ് ഈ ചാപ്റ്റർ തീർക്കണം എന്നുണ്ട്. എന്നിട്ട് ഈ ചാപ്റ്റർ ട്രിഗ്നോമെട്രി ഈ മാസം തന്നെ നമുക്ക് തുടങ്ങി വെക്കണം. എങ്കിലും നമ്മൾ വിചാരിച്ച പോലെ ട്രിഗ്നോമെട്രി ഒരു കടലാണ്. ട്രിഗ്നോമെട്രി ഒരുപാട് പഠിക്കാനുണ്ട്. +1 +2 ഒക്കെ അതിൻ്റെ ഒരുപാട് ആപ്ലിക്കേഷൻ. നിങ്ങൾക്കൊരു കാര്യം അറിയാം, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. +1 ഒരു കുട്ടി ഈ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചു. എന്നിട്ട് ട്രിഗ്നോമെട്രിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ എന്നെ സംബന്ധിച്ച് +1 എനിക്ക് അത്ര പിടുത്തമില്ല. എന്നെക്കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ എനിക്ക് മനസ്സിലൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ ആ കുട്ടിക്ക് മനസ്സിലൊരു കാര്യമുണ്ട്. 10ൽ നമ്മൾ ട്രിഗ്നോമെട്രി മര്യാദയ്ക്ക് പഠിച്ചാൽ +1 +2 നമുക്ക് എളുപ്പമാണ്. അതുകൊണ്ട് 10ൽ ട്രിഗ്നോമെട്രി ഒന്നുപോലും വിടാണ്ട് പഠിപ്പിച്ച് തരും. അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് 10ന് മാത്രമല്ല +1 +2 അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ തന്നെ +1 അതുകൊണ്ട് നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ട്രിഗ്നോമെട്രി നന്നായി പഠിക്കണം. അപ്പോൾ ഈ ചാപ്റ്റർ ഈ മാസം ലാസ്റ്റ് നമുക്ക് ട്രിഗ്നോമെട്രി തുടങ്ങണം. സോ നമ്മളിപ്പം പറഞ്ഞ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് എഴുതി കുറച്ച് എക്സാമ്പിൾ ചെയ്ത് ഫാക്ടർ ട്രീ ഒക്കെ വെച്ച് പഠിക്കാൻ പോകും. ഓക്കെ. അപ്പോൾ നിങ്ങളിപ്പം കോമ്പോസിറ്റ് നമ്പേഴ്സിൻ്റെയും പ്രൈം നമ്പേഴ്സിൻ്റെ ഡെഫിനിഷൻ എഴുതിയിട്ടുണ്ടാകും. അതിൻ്റെ തൊട്ട് താഴെ നിങ്ങളത് ഡെഫിനിഷൻ എഴുതിയതിന് ശേഷം മാത്രം വിച്ച് ഇസ് റൈറ്റ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് ആൻഡ് അണ്ടർലൈൻ ആൻഡ് ദിസ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ദാറ്റ്. പ്ലീസ് കോപ്പി ഡൗൺ ദ സെയിം സ്റ്റേറ്റ്മെൻറ്റ്. Every composite numbers, while you are writing, please understand each line. Every composite numbers can be expressed as product of primes, and this factorization is unique apart from the order in which the prime factors occur. Once again, ഇതിപ്പോൾ നിങ്ങൾ ഇപ്പോൾ എഴുതണമെന്നില്ല, ഇപ്പം നിങ്ങൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കുക, പിന്നെ എഴുതിയെടുക്കുക കേട്ടോ. എവരി കോമ്പോസിറ്റ് നമ്പേഴ്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ്. എല്ലാ കോമ്പോസിറ്റ് നമ്പേഴ്സും നമുക്ക് എക്സ്പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ എഴുതാം, ഫാക്ടറൈസ് ചെയ്യാം. എങ്ങനെ?
പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതാം. എല്ലാ കോമ്പോസിറ്റ് നമ്പേഴ്സും പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതാം. ആൻഡ് ദിസ് ഫാക്ടറൈസേഷൻ ഈസ് യുണീക്ക്. ഇത് ഒന്നേ ഉണ്ടാവുള്ളൂ, ഇത് ഒരു റെപ്രസെൻറ്റേഷൻ ഉണ്ടാവുള്ളൂ. അപ്പാർട്ട് ഫ്രം ദ ഓർഡർ ഇൻ വിച്ച് ദ പ്രൈം ഫാക്ടേഴ്സ് ഒക്കർ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഓർഡർ വേണമെങ്കിൽ മാറ്റാം. നേരത്തെ പറഞ്ഞതാണ്. ഇനി നമുക്കൊരു എക്സാമ്പിൾസിലൂടെ വേണമെങ്കിൽ നമുക്ക് നോക്കാം. ഉദാഹരണത്തിന് ഒരു 20 എന്ന് പറയുന്നൊരു, അല്ലെങ്കിൽ 20 തന്നെ നമ്മൾ എടുക്കുക അല്ലേ. 20 എന്ന് പറയുന്നൊരു നമ്പർ എടുത്തു. അത് ഷുവർ ഇറ്റ് ഈസ് എ കോമ്പോസിറ്റ് നമ്പർ. നമ്മൾ കോമ്പോസിറ്റ് നമ്പർ തന്നെ സെലക്ട് ചെയ്യണം കേട്ടോ. കോമ്പോസിറ്റ് നമ്പർ തന്നെയാണ് 20, ഒരു കോമ്പോസിറ്റ് നമ്പറാണ്. 20നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തോളൂ, അല്ലെങ്കിൽ ലോജിക്കൽ എഴുതാവുന്ന കാര്യമുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. നോക്കി 2 × 2 × 4 അല്ലേ, സോറി 2 × 2 × 5 അതല്ലേ. അപ്പോൾ 20നെ നമുക്ക് എങ്ങനെ എഴുതി? 2 × 2 × 5 എന്ന് എഴുതി. സോ ഇതാണ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് പറയുന്നത്. അതായത് എവരി കോമ്പോസിറ്റ് നമ്പേഴ്സ് ക്യാൻ ബി റെപ്രസെൻറ്റ് ആസ് ദ പ്രൊഡക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ, ദ പ്രൊഡക്റ്റ് ഓഫ് ദ പ്രൈം നമ്പേഴ്സ്. ദ പ്രൈം നമ്പർ അല്ലേ ഇത് മൂന്നും. അത്രേ ഉള്ളൂ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്. ഓക്കെ, ആൻഡ് ഇഫ് യു വാണ്ട് യു ക്യാൻ ചേഞ്ച് ദ ഓർഡർ. ദാറ്റ് മീൻസ് യു ക്യാൻ റൈറ്റ് ദിസ് 5 at first, then these 2 2s are you can write as second and third time, no problem. Order can be changed, but ഈ നമ്പേഴ്സ് എപ്പോഴും യൂണിക് നമ്പേഴ്സ് ആയിരിക്കും. നമ്പറിന് മാറ്റം ഉണ്ടാവില്ല, ഓർഡർ വേണമെങ്കിൽ മാറ്റാം. ദാറ്റ് ഈസ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് പറയുന്നത്. ഓക്കെ, ക്ലിയർ. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു ഫാക്ടർ ട്രീനെ പറ്റി, ഒരു ഫാക്ടർ ട്രീ ഉണ്ട്, അത് ഇത്രയേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ 20ൻ്റെ ഫാക്ടർ ട്രീ എഴുതുവാണെങ്കിൽ എങ്ങനെ എഴുതാമെന്നറിയോ? ഇങ്ങനെ പറഞ്ഞുതരാം. 20നെ ഈ ഒരു ഫാക്ടർ ട്രീ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം, ജസ്റ്റ് കേട്ട് വെക്കുക. ഒരു എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഫാക്ടർ ട്രീ എന്ന് വെച്ചാൽ 20നെ ഇവിടെയുണ്ട് ഫാക്ടർ ട്രീ, ഇത് കണ്ടോ, ഇതാണ് ഫാക്ടർ ട്രീ. ഇങ്ങനെ വരയ്ക്കണം നിങ്ങൾ ഫാക്ടർ ട്രീ. ഓക്കെ, അതെന്താണെന്ന് വെച്ചാൽ എളുപ്പമാണ്. 20നെ ഞാൻ ആദ്യം എന്ത് ചെയ്തു? 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം എന്താ കിട്ടുന്നത് എനിക്ക്? 10. ഇത് തന്നെ 20നെ ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 10 അല്ലേ കിട്ടിയത്. ആ 10 ഞാൻ ഇവിടെ എഴുതി. ആ 10നെ പിന്നെ ഞാൻ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്? 2 കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്തു. അപ്പോൾ കിട്ടിയ ആൻസർ എത്ര? 5. അതോടെ കഴിഞ്ഞു. സോ ദിസ് ഈസ് വാട്ട് ഈസ് ഫാക്ടർ ട്രീ. വൺസ് അഗെയിൻ 20നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 10 എനിക്ക് കിട്ടി. 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 5ന് കിട്ടി. ഇത്രേ ഉള്ളൂ ഫാക്ടർ ട്രീ കേട്ടോ. ഇതിന് വേറെ ഏത് നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് ഫാക്ടർ ട്രീ എഴുതാം. നിങ്ങൾ സ്വന്തമായിട്ട് 1 2 ഇഷ്ടമുള്ള നമ്പറിൻ്റെ ഫാക്ടർ ട്രീ എഴുതാം. അത്ര മാത്രമേ ഉള്ളൂ. അതാണ് ഫാക്ടർ ട്രീ. ഓക്കെ, സോ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്കും കഴിഞ്ഞു, ഫാക്ടർ ട്രീയും കഴിഞ്ഞു. സോ നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വെറുതെ സമയം കളയുന്നത്. നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ സമയം നമ്മൾ സർഫസ് ഏരിയൻ വോളിയൂംസിലും പിന്നെ ട്രയാങ്കിളിലും കളഞ്ഞതാണ്. ആവശ്യത്തിൽ കൂടുതൽ, കാരണം ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻസിനനുസരിച്ച് നമ്മൾ സമയം സ്പെൻഡ് ചെയ്യും. ഇത് അത്രയും ഒരു വലിയ ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കല്ല, ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കല്ല. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു കാര്യങ്ങൾ കുറച്ച് നെക്സ്റ്റ് ലെവലിലോട്ട് പോവുകയാണ്. കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പ് ഒരു റിമാർക്ക് എന്ന് പറഞ്ഞ് എഴുതുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് അറിയാനുണ്ട്. അതിന് നിങ്ങൾ റിമാർക്ക് എന്ന് പറഞ്ഞ് എഴുതുക. എന്താണ് റിമാർക്ക്? ഓക്കെ, എന്താണ് റിമാർക്കിൽ എഴുതാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ 0യിൽ എൻഡ് ചെയ്യുന്ന കുറച്ച് നമ്പേഴ്സ് എടുക്കുക. ഓക്കെ, 0യിൽ എൻഡ് ചെയ്യുന്ന കുറച്ച് നമ്പേഴ്സ് ഞാൻ ഇങ്ങനെ സൈഡ് ഹെഡിങ് എഴുതിക്കോളൂ. പ്രോപ്പർട്ടീസ് ഓഫ് നമ്പേഴ്സ് എൻഡ്സ് വിത്ത് 0 എന്ന് എഴുതിക്കോളൂ. എങ്ങനെ? പ്രോപ്പർട്ടീസ് ഓഫ് നമ്പേഴ്സ് എൻഡ്സ് വിത്ത് 0. അതായത് 0യിൽ അവസാനിക്കുന്ന നമ്പേഴ്സിൻ്റെ പ്രോപ്പർട്ടിയെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്ലിയർ? സോ as I mentioned, now we are going to have a discussion about the properties of the numbers which ends with 0. 0യിൽ അവസാനിക്കുന്ന നമ്പേഴ്സിൻ്റെ പ്രോപ്പർട്ടി എന്തൊക്കെയാണ് നമ്മളൊന്ന് പഠിക്കാൻ പോകുന്നത്. 0യിൽ അവസാനിക്കുന്ന കുറച്ച് നമ്പേഴ്സ് പറ. 10, 20, 35, no, it ends with 5, no, 30, 42, no, it ends with 2, no, then yes, 40. അങ്ങനെ കുറച്ച് നമ്പേഴ്സ് എടുക്കാം. ഒരു വേണമെങ്കിൽ ഒരു 250, അങ്ങനെ കുറച്ച് നമ്പേഴ്സ് എടുക്കാം. ഓക്കെ, ഇനി നിങ്ങൾ ഈ 10നെ ഒന്ന് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തേ. അതായത് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് 10ൽ അപ്ലൈ ചെയ്താൽ നമുക്ക് ഇനി 2 × 5 എന്ന് എഴുതി കൂടെ? 20ൽ അപ്ലൈ ചെയ്തതിന് എങ്ങനെ എഴുതാം? നമുക്ക് 2 × 2 × 5 എന്ന് എഴുതാം അല്ലേ. 30ൽ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? നമുക്ക് 2 × 15, 2 × 3 × 5 അല്ലേ. യെസ്. ദെൻ 14 പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തേ. 2 × 2 × 2 × 4, 10. അപ്പോൾ 2 × 5 അല്ലേ, 40 അല്ലേ. 215 215 നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നിങ്ങൾക്ക് എഴുതി ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ പല രീതിയുണ്ട്. 25 × 10 എന്ന് എഴുതാലോ, 25നെ 5 × 5 എന്ന് എഴുതാലോ, 10നെ 5 × 2 എന്ന് എഴുതാലോ. അങ്ങനെയൊക്കെ ചെയ്യാം. ഓരോ ലോജിക്ക്, ഓരോരുത്തർക്ക് ഓരോ ലോജിക്കാണ് ചെയ്യാൻ. പെട്ടെന്ന് ചെയ്യുന്നവർ ഇങ്ങനെ ചെയ്യും, കുറച്ച് സ്ലോയിൽ ചെയ്യുന്നവർ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യും. നമ്മൾ 10ൽ എത്തുമ്പോൾ പരമാവധി ഇങ്ങനെ ലോജിക്കിൽ ചെയ്യാൻ നോക്കുക. സോ ഇതൊക്കെ നമ്മൾ ചെയ്തു. ഇനി നിങ്ങൾ നോക്കുക, ഇനി 0യിൽ എൻഡ് ചെയ്യാത്തൊരു നമ്പറിൻ്റെ
ഒരു നമ്പറും കൂടി എടുത്തേക്ക് എങ്കിലല്ലേ നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റുള്ളൂ. സീറോയിൽ എൻഡ് ചെയ്യുന്ന നമ്പറിൻ്റെ പ്രോപ്പർട്ടി എന്താണ്, സീറോയിൽ എൻഡ് ചെയ്യാത്ത നമ്പറിൻ്റെ പ്രോപ്പർട്ടി, അങ്ങനെ കമ്പാരിസൺ വേണമെങ്കിൽ സീറോയിൽ എൻഡ് ചെയ്യാത്ത ഒരു 1-2 നമ്പർ എടുക്കുക. 25 എടുത്തു, ഇനി ഞാനൊരു 32 എടുത്തു, ഒരു 133 എടുത്തു, 133 എടുക്കണ്ട, 134 എടുത്തു. ഓക്കെ, 133 എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പ്രൈം ഫാക്ടറൈസേഷൻ കുറച്ച് ബുദ്ധിമുട്ട് വേണ്ടി വരും, അതുകൊണ്ടാണ്. 25നെ നിങ്ങളൊന്ന് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തേ, 5 × 5. ഇപ്പോൾ സീറോയിൽ എൻഡ് ചെയ്യുന്ന കുറച്ച് നമ്പേഴ്സ് ഇവിടെ എഴുതുക, ഇവിടെ നമ്പേഴ്സ് എൻസ് വിത്ത് 0 എന്ന് എഴുതുക. ഓക്കെ, നമ്പേഴ്സ് എൻസ് വിത്ത് നോൺ സീറോ നമ്പർ, സീറോ അല്ലാത്ത ഏതെങ്കിലും നമ്പറിൽ എൻഡ് ചെയ്യുന്നു. അതിൻ്റെ പ്രോപ്പർട്ടീസ് ഞാൻ കമ്പയർ ചെയ്യാൻ പോവാണ്. 32നെ എങ്ങനെ എഴുതാം, നമുക്ക് 16 × 2 എന്ന് എഴുതാം. അപ്പം നമുക്ക് 2 × 8 × 2, അതായത് 2 × 2, അപ്പോൾ എത്രയായി, 8ആയി. 16 × 2 അല്ലേ, 8 32. ഓക്കെ, 134 പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തേ, 67 അല്ലേ, 67 പോവും. 6 × 12, 12 കറക്റ്റ് അല്ലേ, ഇത് 2 × 67 അത്ര തന്നെ പറ്റി. 7, 6, 8, 9, 10, 11 പോവാം. ഇനി 67 വേറെ ഒരു ഫാക്ടർ അല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇനി കമ്പയർ ചെയ്യുക. ഇനി എന്തൊക്കെയാണെന്ന് നോക്കുക. സീറോയിൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ നോക്കുക, സീറോയിൽ എൻഡ് ചെയ്യാത്ത നമ്പറിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ നോക്കുക, എന്നിട്ടൊന്ന് കമ്പയർ ചെയ്തേ. സീറോയിൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൈം ഫാക്ടറായിട്ട് എന്തുണ്ട്? സീറോയിൽ എൻഡ് ചെയ്യാത്തതിൻ്റെ ആണെങ്കിലോ, സീറോയിൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സ് ഇതൊക്കെയാണ്, അതിൻ്റെ പ്രൈം ഫാക്ടേഴ്സ് നോക്കിയേ, അതിൽ 2ഉം 5ഉം എന്തായാലും ഉണ്ട്. എന്താ ഇതിൽ 2ഉം 5ഉം ഉണ്ട്. എത്ര 2ഉം എത്ര 5ഉം ഉണ്ടെന്നല്ല, 2ഉം 5ഉം, അതായത് പ്രസൻസ് ഓഫ് ദ ഫാക്ടർ 2 and 5 exist, no? If the numbers ends with 0, in their prime factorization there exists the presence of the numbers 2 and 5 അല്ലേ. സീറോയിൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ 2ൻ്റെയും 5ൻ്റെയും പ്രസൻസ് ഉണ്ട്. ഇതാ ഇവിടെ 2ഉം 5ഉം ഉണ്ട്, ഇവിടെ 2ഉം 5ഉം ഉണ്ട്, വേറൊരു നമ്പർ ഉണ്ട് 3, കുഴപ്പമില്ല, 2ഉം 5ൻ്റെയും പ്രസൻസ് ഉണ്ടല്ലോ. അയ്യോ കറണ്ട് പോയി, ഇവിടെ കറണ്ട് പോയി. നമുക്കിപ്പോൾ കറണ്ട് വരുന്നത് വരെ നമുക്ക് കുറച്ച് നേരം, let us wait for a few more minutes. Okay, have a tea break. തൽക്കാലം ഞാൻ മൊബൈലിൻ്റെ ഫ്ലാഷ് ഓൺ ആക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് കറണ്ട് കുറച്ച് നേരമായി പോയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സീറോയിൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സ് നോക്കി, സീറോയിൽ എൻഡ് ചെയ്യാത്ത നമ്പേഴ്സും നോക്കി. അപ്പോൾ സീറോയിൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സിൻ്റെ ഫാക്ടേഴ്സായിട്ട് 5ഉം 2ഉം ഉണ്ട്. ഇവിടെ ഉണ്ട് 5ഉം 2ഉം, വേറെ നമ്പർ ഉണ്ട്, അത് കുഴപ്പമില്ല, 5ഉം 2ഉം ഉണ്ടല്ലോ എന്തായാലും. ഓക്കെ, ഇവിടെയുണ്ട് 2ഉം 5ഉം, ഇവിടെയുണ്ട് 5ഉം 2ഉം അല്ലേ. അപ്പോൾ സീറോയിൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ്, ദർ ഷുഡ് എക്സിസ്റ്റ് ദ പ്രസൻസ് ഓഫ് 2 and 5. 2 മാത്രമാണെങ്കിൽ പറ്റുമോ? ഇല്ല. 5 മാത്രമാണെങ്കിൽ പറ്റുമോ? ഇല്ല. ഒരു നമ്പർ സീറോ, ശ്രദ്ധിച്ച് കേൾക്കുക, ഒറ്റ പ്രാവശ്യം കൂടെ പറയുള്ളൂ. ഒരു നമ്പർ സീറോയിൽ എൻഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷനിൽ, ഓക്കെ കറണ്ട് വന്നു, അപ്പം പറഞ്ഞെന്താണ്, ഒരു നമ്പർ സീറോയിൽ എൻഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷനിൽ 2, 5 എന്നീ 2 നമ്പേഴ്സിൻ്റെ പ്രസൻസ് വേണം. 2 മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, 5 മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, 2, 5 അതിൻ്റെ ഒരു കോമ്പിനേഷൻ, 2 നമ്പറിൻ്റെയും പ്രസൻസ് വേണം. ഉദാഹരണം നോക്കി, എല്ലാത്തിനും 2ൻ്റെയും 5ൻ്റെയും പ്രസൻസ് ഉണ്ട്. ബാക്കിയുള്ള നമ്പേഴ്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം, 2ഉം 5ഉം ഉണ്ടല്ലോ, അത് മതി. ഇനി സീറോയിൽ എൻഡ് ചെയ്യാത്ത നമ്പർ നോക്കിയേ, ഇവിടെ 5ൻ്റെ പ്രസൻസ് ഉണ്ട്, 2ൻ്റെ പ്രസൻസ് ഇല്ല, അതുകൊണ്ടാണ് ഇത് സീറോയിൽ എൻഡ് ചെയ്യാത്ത. 32 നോക്കിയേ, 2ൻ്റെ പ്രസൻസേ ഉള്ളൂ, 5ൻ്റെ പ്രസൻസ് ഇല്ല, അതുകൊണ്ടാണ് സീറോയിൽ എൻഡ് ചെയ്യാത്ത. 134 നോക്കിയേ, 2ൻ്റെ പ്രസൻസ് ഉണ്ട്, 5ൻ്റെ പ്രസൻസ് ഇല്ല, 2ൻ്റെയും 5ൻ്റെയും പ്രസൻസ് ഇതിൽ വരുമായിരുന്നെങ്കിൽ അത് സീറോയിൽ എൻഡ് ചെയ്തതാണ്. ഓക്കെ, സോ നൗ യു ക്യാൻ റൈറ്റ്, ബട്ട് ഇഫ് എ നമ്പർ എൻഡ്സ് വിത്ത് 0, ഇറ്റ്സ് ഇങ്ങനെ എഴുതുന്നത് ആലോചിച്ചോട്ടെ, ഇങ്ങനെ എഴുതിക്കോളൂ. പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് ദ നമ്പേഴ്സ് എൻസ്, ഇതിൻ്റെ ഒരു ഇത് ഇത്രയും എഴുതോട്ടെ, എക്സാമ്പിൾ എഴുതിയതിന് ശേഷം കൺക്ലൂഷൻ എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി. പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് ദ നമ്പേഴ്സ് എൻസ് വിത്ത് 0 കൺസിസ്റ്റ് ഓഫ് 2 and 5. അത്രയും പോരെ, ഗ്രാമാറ്റിക്കിന് എന്തെങ്കിലും തെറ്റാണ് നിങ്ങൾ തിരുത്തിക്കൊള്ളുക. പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് ദ നമ്പേഴ്സ് എൻസ് വിത്ത് 0 കൺസിസ്റ്റ് ഓഫ് 2 and 5 ബോത്ത്. അങ്ങനെ ഇരിക്കും, ബോത്ത് 2ഉം വേണം കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ റിസൾട്ട്. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് വേറൊരു പ്രോബ്ലം ചെയ്യാൻ പോകണേ.
ഞാനിപ്പം ക്യാമറ കുറച്ചും കൂടെ ക്ലാരിറ്റിയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. നിങ്ങൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടാകും, കുറച്ചും കൂടെ നല്ല ക്ലാരിറ്റി വന്ന പോലെ തോന്നിയിട്ടുണ്ടാവും. കാരണം ഞാൻ ഏറ്റവും ലോ ലെവലിലല്ല, അതിൻ്റെ തൊട്ട് മുകളിലത്തെ ലെവലിലോട്ടാണ് ക്യാമറ ഇട്ടേക്കുന്നത്. കാരണം അത്ര ലെങ്ത്ത് വീഡിയോ പോകാത്തതുകൊണ്ടാണ്. പക്ഷേ നമുക്കൊരു 35 മിനിറ്റ്സിൻ്റെ വീഡിയോ ഒക്കെയാണല്ലോ ഞാനിപ്പോൾ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പോലും ഈ 800 MB ആയി. അത്ര MB ഒക്കെ അപ്ലോഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞാൻ ഷോർട്ട് വീഡിയോ അല്ലെന്ന് വിചാരിച്ച് ക്ലാരിറ്റിയിൽ ഷൂട്ട് ചെയ്യുന്നതാണ്. അടുത്ത വീഡിയോ മുതൽ ലെങ്തി ആകുമ്പോൾ നമ്മൾ ക്ലാരിറ്റി കുറയ്ക്കും. അപ്പോൾ എനിക്കൊരു 300 അല്ലെങ്കിൽ ഒരു 400 MBക്ക് എന്താണെന്ന് പറയുക, ഒരു 50 മിനിറ്റിൻ്റെ വീഡിയോ വരെ അപ്ലോഡ് ചെയ്യാം. ഇത് 800 MB, 1 GB അടുത്ത് ആവുന്നുണ്ട്. ഇതിപ്പോൾ ഇന്നെന്തായാലും കുറച്ച് GB കൂടും, കാരണം കുറച്ചും കൂടി ഇന്ന് ഡിസ്കസ് ചെയ്യണം. സോ നമ്മളിനി അടുത്തൊരു പ്രോബ്ലം ചെയ്യാൻ പോവാണ്. ഈ പഠിച്ചതിൻ്റെ വെളിച്ചത്തിലൊരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഇതാണ്. റൈറ്റ് എ ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ നിങ്ങൾ. കണ്ട പ്രോബ്ലം നമുക്ക് ചെയ്യാം. You just write the question. Consider the number 4 raised to n. Consider the number 4 raised to n. 4 power n. Okay, 4 raised to n. Where n is a natural number. Check whether there is any value of n for which 4 raised to n ends with the digit 0. Consider the number 4 raised to n where n is a natural number. Check whether there is any value of n for which 4 raised to n ends with the digit 0. Page number 9, example 5. അതാണ് ക്വസ്റ്റ്യൻ. എനിക്കറിയാം നിങ്ങൾ വീഡിയോ കാണുന്നവരിൽ ചില നന്നായി അറിയാവുന്ന കുട്ടികൾ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ നന്നായി മനസ്സിലാവുന്ന ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായെങ്കിൽ നിങ്ങൾ വീണ്ടും ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം. നന്നായി മനസ്സിലാകുന്ന കുട്ടികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നെ രണ്ടാമതൊരു കാറ്റഗറി കുട്ടികളുണ്ട്, എനിക്കറിയാം അതിൻ്റെ സ്പീഡ് വീഡിയോൻ്റെ കൂട്ടി വെക്കും. അതിനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ നിങ്ങൾക്ക്, ക്ലാരിറ്റിയും സ്പീഡൊക്കെ കൂട്ടി, അങ്ങനെ സ്പീഡ് കൂട്ടി കാണുന്നവരും ഒക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ നന്നായി ആഴത്തിൽ മനസ്സിലാവുന്ന കുട്ടികൾക്കാണ് ഞാൻ പറയുന്നത്. ഞാൻ ഈ സ്ലോയിൽ എടുക്കുന്നത് എൻ്റെ മനസ്സിൽ ആ കുട്ടി മാച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കുട്ടി എൻ്റെ മുമ്പിൽ ഉള്ളതുകൊണ്ടാണ് ഞാനിത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. പരമാവധി മുഴുവൻ കാണാൻ ശ്രമിക്കുക. മാത്സ് കുറച്ച് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റാണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾ കുറച്ച് പരമാവധി മുഴുവനും കാണാൻ ശ്രമിക്കുക, സ്കിപ്പ് ചെയ്യാതെ കേട്ടോ. കാരണം മനസ്സിലാവില്ല. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോൻ്റെ ഇടയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. കറണ്ട് പോയാൽ എനിക്ക് വേണമെങ്കിൽ പെട്ടെന്ന് പോസ് അടിക്കാം. പക്ഷേ അതൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു. കാരണം വീഡിയോ ഒരു ഫുൾ കോൺസെപ്റ്റ് തന്നെ ചെയ്യുമ്പോൾ നമുക്ക് ബോറടിക്കും. എനിക്കറിയാം ഒരു വീഡിയോ കാണാനുള്ള കഷ്ടപ്പാട്. അതുകൊണ്ടാണ് ഇടയ്ക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഇത് എഡിറ്റ് ചെയ്തിട്ട് ത്രൂ ഔട്ട് കോൺസെപ്റ്റ് മാത്രമായിട്ട് ഇടാം. പക്ഷേ നിങ്ങൾക്കത് അത്ര രസകരമായി തോന്നില്ല. അതുകൊണ്ടാണ് ഇടയ്ക്ക് നമ്മളൊരു ക്ലാസ് പോലെയൊക്കെ തോന്നണ്ടെന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, സോ ലെറ്റ് മീ കം ടു ദ പോയിന്റ്. ഈ 4 raised to n എന്ന് പറയും, ക്വസ്റ്റിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. 4 raised to n എന്ന് പറയുന്ന ഒരു നമ്പറാണ്. ഓക്കെ, ആ നമ്പർ 0യിൽ എൻഡ് ചെയ്യുമോ എന്നാണ് ചോദ്യം ചോദിച്ചേക്കുന്നത്. ചോദ്യത്തിൻ്റെ സംക്ഷിപ്ത രൂപം അതാണ്. 4 raised to n എന്ന് പറയുന്ന നമ്പർ ക്യാൻ ഇറ്റ് എൻഡ്സ് വിത്ത് 0. ഇത് 0 എന്ന് പറയുന്ന ഡിജിറ്റിൽ എൻഡ് ചെയ്യുമോ? അപ്പോൾ അതെങ്ങനെയാണ് മനസ്സിലാവും? അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ ഈ 4 raised to n എന്ന് പറഞ്ഞ നമ്പറാണോ? അതെങ്ങനെ? അപ്പോൾ നമ്മൾ ഒരു നമ്പർ ആണെങ്കിലല്ലേ 0യിൽ എൻഡ് ചെയ്യുമോ? അതെ, 4 raised to n നമ്പറാണ്. നിങ്ങൾ എന്നിന് ഓരോ വാല്യൂ കൊടുത്ത് വയ്ക്കുക. എന്നിന് നിങ്ങൾ റൈറ്റ് സൈഡ് ചെയ്താണ് കേട്ടോ, അതല്ല നമ്മുടെ ആൻസർ. എന്നിന് നിങ്ങൾ 1 കൊടുത്തേക്ക്. നമുക്ക് വേണ്ടത് 4 raised to n ആണ്. അപ്പോൾ എന്നിന് 1 കൊടുത്ത് എന്താവും? 4 raised to 1 ആവും. 4 raised to 1 എന്ന് വെച്ചാൽ 4. അത് 0യിലാണോ എൻഡ് ചെയ്യുന്നത്? അല്ല. ഇനി എന്നിന് നിങ്ങൾ 3 കൊടുത്ത് വയ്ക്കുക ചുമ്മാ. അപ്പോൾ എന്തായാലും 4 raised to n എന്ന് പറഞ്ഞാൽ 4 raised to 3 ആവും. എന്താ വരിക? 4 × 4 × 4 64 വരിക. അത് എൻഡ്സ് വിത്ത് 0 ആണോ? അല്ല. ഇനി എന്നിന് 5 കൊടുത്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്തു, അതും എന്തോ വലിയ നമ്പർ കിട്ടും. അത് 0യിലല്ല എൻഡ് ചെയ്യുക. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് വാല്യൂ എന്നിന് കൊടുത്തു കഴിഞ്ഞാലും അത് 0യിൽ എൻഡ് ചെയ്യില്ല. ഒന്നുകൂടെ പറയാം, നിങ്ങൾ ഏത് വാല്യൂ എന്നിന് കൊടുത്ത് നോക്കിക്കോളൂ. 4 raised to n കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 raised to n ആണ് വേണ്ടത്. എന്നിന് നിങ്ങൾ 100 കൊടുത്തോളൂ. അപ്പോൾ നിങ്ങൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? 4 raised to 100 കാൽക്കുലേറ്റ് ചെയ്യണം. അതും 0യിൽ എൻഡ് ചെയ്യില്ല. അതായത് എന്നിന് ഏത് വാല്യൂ കൊടുത്താലും 4 raised to n 0യിൽ എൻഡ് ചെയ്യില്ല. അത് നമുക്ക് എക്സാമ്പിൾ വെച്ചിട്ട് കണ്ടുപിടിക്കാം. പക്ഷേ എക്സാമിന് നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ എക്സാമ്പിൾ എഴുതി പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അതിനൊരു ജനറൽ ആയിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ മെത്തേഡ് നമ്മൾ അപ്ലൈ ചെയ്യണം. ഒരു മാത്തമാറ്റിക്കലി നമുക്ക് എങ്ങനെ പെട്ടെന്ന് പറയാം, ഇങ്ങനെ എന്നിന് ഓരോ വാല്യൂ ഇട്ട് കൊടുക്കാതെ 4 raised to n 0യിൽ എൻഡ് ചെയ്യില്ലെന്ന് എങ്ങനെയാണ് പറയാം? അപ്പോൾ നമ്മൾ അതിന് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ 4നെ നിങ്ങളൊന്ന് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. 4 raised to n ആണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ തൽക്കാലം 4നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. അപ്പോൾ എന്തായി? 2 × 2. അപ്പം എഴുതുക, വി നോ ബൈ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്. ചുമ്മാ ഒരു സ്റ്റാൻഡേർഡിന് വേണ്ടി എഴുതിയതാണ്. ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈം ഫാക്ടറൈസേഷൻ തന്നെയാണ്. പക്ഷേ ഈ ഒരു ലൈൻ എന്തായാലും നിങ്ങൾ എഴുതണം. വി നോ ബൈ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് 4 = 2 × 2. ഓക്കെ, നമുക്ക് വേണ്ടത് ഏതാ? 4 raised to n. അപ്പോൾ 4 = 2 × 2 ആണെങ്കിൽ 4 raised to n എന്ന് പറഞ്ഞാൽ 2 × 2 raised to n എഴുതി കൂടെ? കാരണം എന്താ? 4 = 2 × 2. അപ്പോൾ 4 raised to 4ന് പവർ കൊടുക്കുമ്പോൾ 2 × 2നും പവർ കൊടുക്കണം. കാരണം എന്താ? 4 തന്നെയാണ് 2 × 2. So 4 raised to n, 4 = 2 × 2. That implies 4 raised to n will be 2 × 2 raised to n. Any problem? No. So it becomes, what is 2 × 2? 2 square. So can I write this 2 × 2 raised to n as 2 square raised to n?
Do you have any problem? No. Why? Because we are supposed to prove that for every natural number n, ഇവിടെ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ 1 2 3 4 കേട്ടോ. ഫോർ എവറി നാച്ചുറൽ നമ്പർ n 4n we are going to check whether 4n ends with 0 or not when we substitute different value for n. But through the trial and error method it is very simple to show it out, but in the exam time it is not possible. So we are going to find a mathematical method to show 4n will not end with 0. Okay, for that I am using fundamental theorem of arithmetic. In other words, I am applying fundamental theorem of arithmetic for the digit 4. Clear? So I used fundamental theorem of arithmetic here. 4 is equal to 2 into 2. Then I need 4 raised to n, because question is based upon 4 raised to n. So 4 raised to n become 2 into 2. 4 is nothing but 2 into 2. So 4 raised to n become 2 into 2 all raised to n. Clear? Okay. Then what is 2 into 2? 2 into 2 is nothing but 2 square. So 2 into 2 I replaced as 2 square. Then raised to n as it is. Okay. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം, 2 അതുപോലെ എഴുതി, ദെൻ ഈ 2ഉം എന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം, എന്നിട്ട് 2 എന്ന് എഴുതാം. വൈ? ബിക്കോസ് ദർ എക്സിസ്റ്റ് എ റൂൾ ഇൻ എക്സ്പോണൻസ്. എ റൈസ് ടു എം ഓൾ റൈസ് ടു എൻ ക്യാൻ ബി റിട്ടൺ ആസ് എ റൈസ് ടു എം എൻ. അതായത് എ റൈസ് ടു എം പിന്നെ ഒരു ബ്രാക്കറ്റ് ഇട്ട് വേറൊരു പവറും കൂടെ വരുന്നുണ്ടെങ്കിൽ ആ രണ്ട് പവറും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം, എം ഇൻറ്റു എന്ന് എഴുതാം. സോ ജസ്റ്റ് ലൈക്ക് ദാറ്റ് ബൈ യൂസിങ് ദ സെയിം റൂൾ 2 റൈസ് ടു 2 ഓൾ റൈസ് ടു എൻ ക്യാൻ ബി റിട്ടൺ ആസ് 2 റൈസ് ടു 2n. എനി പ്രോബ്ലം? നോ. സോ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ അർത്ഥം എന്താ? ഈ സാധനത്തിൻ്റെ അർത്ഥം എന്താ? അതായത് ഇതൊക്കെ 4n ആട്ടോ, നമ്മൾ ഈ 4n ആട്ടോ എഴുതി കൊണ്ട് വരുന്നത്. ഇപ്പോൾ 4n = 2 എഴുതി. അപ്പോൾ ദാറ്റ് ഇംപ്ലൈസ് ഇടയ്ക്ക് ഇട്ടുള്ളൂ നിങ്ങൾ ഭംഗിക്ക് വേണ്ടിയിട്ട്. സോ ഇതിൻ്റെ അർത്ഥം എന്താ? 2 എന്ന് വെച്ചാൽ 2 into 2 into 2 അല്ലേ? അതെങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായത്? മുകളിൽ എത്രയാണോ പവർ അത്രയും പ്രാവശ്യം 2 മൾട്ടിപ്ലൈ ചെയ്യണം. എന്താ 2⁵? മുകളിൽ 5 അപ്പോൾ 2 into 2 into 5 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2ൻ്റെ പവർ എത്രയാണ്? 2n. അപ്പോൾ 2 എത്ര പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണം? ഇവിടെ മുകളിൽ 3 ആയിരുന്നെങ്കിൽ 3 പ്രാവശ്യം, ഇവിടെ മുകളിൽ 5 ആയിരുന്നെങ്കിൽ 5 പ്രാവശ്യം, ഇവിടെ മുകളിൽ 10 ആണെങ്കിൽ 10 പ്രാവശ്യം, ഇവിടെ മുകളിൽ 2n ആകുമ്പോൾ 2n പ്രാവശ്യം. അതായത് 2 ഇങ്ങനെ കുറേ മൾട്ടിപ്ലൈ ചെയ്യണം. എത്ര പ്രാവശ്യം? 2n ടൈംസ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്ക് 2n എത്രയാണ് വാല്യൂ എന്ന് അറിയത്തില്ല, അപ്പോൾ നമ്മൾ 2n ടൈംസ് എന്ന് എഴുതിയാൽ മതി. എന്താണോ പവർ ഉള്ളത് അത്രയും പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണം എന്നാണല്ലോ. ഇപ്പോൾ പവർ 3 ആണെങ്കിൽ 2 into 2 into 2 3 പ്രാവശ്യം. അപ്പോൾ നമുക്ക് 3 ആണെന്നറിയാം, അപ്പോൾ 3 നിർത്താം. പക്ഷേ ഇവിടെ നമുക്ക് പവർ 2ഉം 3ഉം 5ഉം 10 ഒന്നുമല്ല, 2n. അപ്പോൾ 2n പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ഇത് കുറേ 2n എഴുതി വെച്ചിട്ട് ഡോട്ട് ഇടയ്ക്കിട്ടിട്ട് എന്ത് ചെയ്തത് 2n പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ ഐഡിയ കാണിച്ചത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഏകദേശം ഐഡിയ കിട്ടിയില്ലേ? ഒന്നുകൂടെ പറയാം, എത്രയാണോ പവർ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 4n നമ്മൾ ഇങ്ങനെ എഴുതി, then 2 into 2 I wrote as 2 square, then 4n become 2 square raised to n. So this 2 and n will multiply together and it become 2n. So 2 raised to 2n എഴുതി. പിന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ വീഡിയോ ഒന്നും കൂടെ ബാക്ക് അടിച്ച് കാണാം. ഓക്കെ. സോ 2 raised to 2n നമുക്ക് 2 raised to 3 എന്ന് പറയുമ്പോൾ 2 into 2 into 2 3 പ്രാവശ്യം മൾട്ടിപ്ലൈ. 2 raised to 100 ആണെങ്കിലോ 200 പ്രാവശ്യം മൾട്ടിപ്ലൈ. അപ്പോൾ 2 raised to 2n എന്ന് പറഞ്ഞാൽ 2 എത്ര പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണം? എത്രയാണോ പവർ അത്രയും പ്രാവശ്യം 2n ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ. അപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ, ഇത്ര എഴുതിയാൽ മതി, ഇപ്പം തന്നെ അതിൻ്റെ ആൻസർ കിട്ടും. അപ്പം ചുരുക്കം പറഞ്ഞാൽ 4n പ്രൈം ഫാക്ടറൈസേഷനാണ് നിങ്ങൾ എഴുതി വെച്ചേക്കുന്നത്. എന്ത്? 4n പറ്റിയുള്ള കൺക്ലൂഷൻ നമുക്ക് വേണ്ടത് 4n പ്രൈം ഫാക്ടറൈസേഷനാണ് നിങ്ങൾ എഴുതി വെച്ചേക്കുന്നത്. അതിൽ എന്ത് മാത്രമേ ഉള്ളൂ? 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുന്നത്? എഴുതുക, പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 4n കൺസിസ്റ്റ് ഓൺലി ദ നമ്പർ 2. ഇറ്റ് ഈസ് നോട്ട് കൺസിസ്റ്റിംഗ് ദ നമ്പർ 5. എന്തുകൊണ്ടാണ് ഞാൻ എഴുതിയത്? ഇതിൽ 2 മാത്രമേ ഉള്ളൂ, എന്തില്ല? 5 ഇല്ല. 2ഉം 5ഉം പ്രൈം ഫാക്ടറൈസേഷനിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ നമ്പർ എന്തിൽ അവസാനിക്കുള്ളൂ? 0യിൽ അവസാനിക്കുള്ളൂ. മനസ്സിലായോ? എന്താ ഇതിലെന്ത് മാത്രമേ ഉള്ളൂ? 2 മാത്രമേ ഉള്ളൂ. ഇത് 0യിൽ അവസാനിക്കോ ഇല്ലയോ എന്ന് കാണിക്കാനല്ലേ നമ്മുടെ ലക്ഷ്യം. ഇത് 0യിൽ അവസാനിക്കണമായിരുന്നെങ്കിൽ 4n 0യിൽ അവസാനിക്കണമായിരുന്നെങ്കിൽ, ശ്രദ്ധിച്ചിരിക്കുക, 4n 0യിൽ അവസാനിക്കണമായിരുന്നെങ്കിൽ 4n പ്രൈം ഫാക്ടറൈസേഷനിൽ എന്ത് വേണം? 2ഉം വേണം 5ഉം വേണം. പക്ഷേ ഇവിടെ 2 മാത്രമേ ഉള്ളൂ. സോ എന്ത് ചെയ്താൽ ഇറ്റ്സ് പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 4n കൺസിസ്റ്റ് ഓൺലി ദ നമ്പർ 2. ഇറ്റ് നോട്ട് കൺസിസ്റ്റ് ദ നമ്പർ 5. സോ ഇറ്റ് വിൽ നോട്ട് ends with the digit 0. ഓക്കെ. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് ഇഷ്ടം ഇതൊരു സുഖമല്ലല്ലേ എഴുതിയത് റീസൺ. അപ്പോൾ എന്താ പ്രൈം ഫാക്ടറൈസേഷൻ 4n ഓൺലി കൺസിസ്റ്റ് ഓഫ് ദ നമ്പർ 2. അത് നിങ്ങൾ അങ്ങനെ എഴുതിക്കോളൂ. ഇഫ് എ നമ്പർ ends with 0 it should consist 2, 5 both as
പ്രൈം ഫാക്ടേഴ്സ്. അങ്ങനെ എന്തെങ്കിലും രീതിയിൽ കൺക്ലൂഷൻ ചെയ്യാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇതാണ്, ഇതിൽ 2ഉം 5ഉം വന്നെങ്കിൽ 0യിൽ എൻഡ് ചെയ്യുള്ളൂ. ഇതിൽ 2 മാത്രം ഉള്ളതുകൊണ്ട് 0യിൽ എൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് കൺക്ലൂഷൻ എഴുതാം. അപ്പം എന്നിട്ട് ഫൈനൽ കൺക്ലൂഷൻ നിങ്ങൾ എഴുതുക. സോ 4n വിൽ നോട്ട് എൻഡ്സ് വിത്ത് ഡിജിറ്റ് 0. കാരണം എന്താ, അതിൽ പ്രൈം ഫാക്ടറൈസേഷൻ 2 മാത്രമേ ഉള്ളൂ. 2ഉം 5ഉം ഉണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ട്, അത് 0യിൽ എൻഡ് ചെയ്യുള്ളൂ. ഇനി 5 മാത്രമേ ഉള്ളായിരുന്നെങ്കിലോ അപ്പോഴും 0യിൽ എൻഡ് ചെയ്യില്ല. 2ഉം 5ഉം വരണം. ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ഒരു 5 ഉണ്ടെന്ന് വിചാരിച്ചോ, അപ്പോൾ അത് 0യിൽ എൻഡ് ചെയ്യും. അതാണ് ഇപ്പോൾ ഇതിൽ 0 എൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, സോ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് ഈ എക്സസൈസ് 1.2ൽ ഈ എക്സസൈസ് 1.2ൽ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യണം. എന്നിട്ട് എനിക്ക് നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പം നിങ്ങൾ ആ നോട്ടിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യും. എന്താണത്, എക്സ്പ്രസ് ഈച്ച് നമ്പേഴ്സ് ആസ് എ പ്രൊഡക്റ്റ് ഓഫ് ഇറ്റ്സ് പ്രൈം ഫാക്ടേഴ്സ്. ഇപ്പം നമ്മൾ എഴുതിയില്ലേ ഓരോ നമ്പറിനെയും, ഈ 140നെ പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതാൻ എന്ത് ചെയ്താൽ മതി, 140നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. എന്നിട്ട് അങ്ങനെ നിരത്തി എഴുതുക. എന്നിട്ട് ബാക്ക് സൈഡിൽ ആൻസർ ചെക്ക് ചെയ്യണേ. 156ഉം 3825ഉം 5005ഉം 7429. ഇത് ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ എളുപ്പമാണ്. ഈ നമ്പേഴ്സൊക്കെ അവസാനത്തേക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷേ മെനക്കെട്ടിരുന്ന് കണ്ടുപിടിച്ചോളൂ. ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യില്ല. കാരണം പ്രൈം ഫാക്ടറൈസേഷൻ എടുത്ത് തരേണ്ട അത്രയും നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്. സോ നിങ്ങൾ തന്നെ ചെയ്തോളൂ. എക്സസൈസ് 1.2ൽ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ 1, 2, 3, 4, 5 സബ് ക്വസ്റ്റ്യൻ. യു ക്യാൻ ചെക്ക് ദ ബാക്ക് സൈഡ് ആൻസർ ആഫ്റ്റർ ദാറ്റ് ആൻഡ് കറക്റ്റ് യുവർ സെൽഫ്. ക്ലിയർ? ഇഫ് യു ഹാവ് എനി ഡൗട്ട് ജസ്റ്റ് കോൾ മീ. പക്ഷേ ഇതിലൊന്നും ഡൗട്ട് ഉണ്ടാവും തോന്നുന്നില്ല പ്രൈം ഫാക്ടറൈസേഷൻ. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അങ്ങനെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൽ 2 ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ആ 2 ക്വസ്റ്റ്യനും കൂടെ പഠിച്ചിട്ട് നമ്മൾ നിർത്തുള്ളൂ. 5ഉം 6ഉം. 5 എളുപ്പമാണ്. ചെക്ക് വെദർ 6n ക്യാൻ എൻഡ് വിത്ത് ദ ഡിജിറ്റ് 0 ഫോർ എനി നാച്ചുറൽ നമ്പർ n. ഓക്കെ, അത് നിങ്ങൾ എഴുതിക്കോളൂ ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. എന്താ ക്വസ്റ്റ്യൻ്റെ അർത്ഥം, 6n 0യിൽ അവസാനിക്കുമെന്ന്. 4n ചെയ്തതുപോലെ തന്നെ ചെയ്താൽ മതി. എന്ത് എഴുതുക, ആദ്യം 6ന് എന്ത് ചെയ്യുക, 6n നമുക്ക് എന്താണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഐഡിയ എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇനി പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്കത് പറഞ്ഞാൽ ഒരു പക്ഷേ മനസ്സിലാവില്ലായിരുന്നു. ഇനി ഞാൻ പറഞ്ഞുതരാം. ഇനി എന്താ നമ്മളിത് ചെയ്യാൻ പോകുന്ന ഐഡിയ. 6n 0യിൽ അവസാനിക്കുമോ എന്നാണ് ക്വസ്റ്റ്യൻ. 0യിൽ അവസാനിക്കുന്ന ഒരു നമ്പറിന് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ വേണം, 2ഉം 5ഉം വേണം. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ 6n പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കിയാൽ മതിയല്ലോ. മതി, അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 6n പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ 6നെ ഒന്ന് ആദ്യം പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു, 2 × 3. സോ എന്താണ്, ബൈ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്മെറ്റിക് 6 = 2 × 3. ദെൻ വി നീഡ് 6n. No, we need 6n. So 6n will be what? 6 = 2 × 3. It implies 6n will be 2 × 3 all raised to n. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാരണം 6ന് n കൊടുക്കുമ്പോൾ 2 × 3ക്കും n കൊടുക്കണം. കാരണം എന്താ, 6 എന്ന് പറഞ്ഞാൽ 2 × 3 ആണ്. അപ്പോൾ ഇവിടെ ഞാൻ പവർ കൊടുത്തപ്പോൾ ഇവിടെ ഞാൻ പവർ കൊടുക്കുന്നു. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ വാട്ട് ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ. ഇത് നേരത്തെ ചെയ്തതുപോലെ ഒരു ഇതല്ല. അവിടെ എന്ന് പറയുമ്പോൾ ഇങ്ങനെ നമുക്ക് എഴുതി 2 × 2 2² എഴുതാൻ പറ്റി. ഇവിടെ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റുമോ? കാരണം രണ്ട് വ്യത്യസ്ത നമ്പറാണ്. 2 × 3ന് 2 3² എഴുതാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ 2 × 3 raised to n. നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്, a × b all raised to n എന്ന് പറഞ്ഞാൽ a raised to n × b raised to n നമുക്ക് എഴുതാൻ പറ്റും. വാട്ട്, a × b all raised to n can be written as a raised to n × b raised to n. So same way 2 × 3 all raised to n can be written as 2 raised to n × 3 raised to n എഴുതാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, 6 raised to n പ്രൈം ഫാക്ടറൈസേഷനാണ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടം വരെ എത്തി. ഇതിൻ്റെ അർത്ഥം എന്തായി 2 raised to n എന്ന അർത്ഥം? 2 എത്ര പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണം, n പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ, അതായത് 2 ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് എത്ര പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണം, n ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം 2ൻ്റെ പവർ ഇവിടെ എന്നാ, ഇവിടെ 3ൻ്റെ പവർ എത്രയാണ്, n. അതായത് ഈ 2 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് 3യും കുറേ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യണം. കുറേ അല്ല, എത്ര പ്രാവശ്യം, അതിൻ്റെ പവർ എത്രയാണോ അത്രയും പ്രാവശ്യം. എത്ര പ്രാവശ്യം, n ടൈംസ്. അപ്പോൾ 2 raised to n എന്ന് വെച്ചാൽ 2n ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം. പിന്നെ 3 raised to n ആണ്. നേരത്തെ പോലത്തെ കേസല്ല, രണ്ടൊരു വ്യത്യസ്ത നമ്പർ വന്നു, ഒന്നാലും കുഴപ്പമില്ല. ആ ലോജിക്ക് മതി നമുക്ക്. 3യും n ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ നോക്കി, ഈ പ്രൈം ഫാക്ടറൈസേഷനിൽ എന്തൊക്കെ നമ്പറേ ആകെ കൺസിസ്റ്റ് ആയിട്ടുള്ളൂ, 2ഉം 3യും. 5 ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇറ്റ് വിൽ നോട്ട് എൻഡ് വിത്ത് 0. 5ൻ്റെ പ്രസൻസും കൂടെ വേണമായിരുന്നു. 2 ഉണ്ടെങ്കിൽ 5 ഉണ്ടാവണം, അല്ലെങ്കിൽ 5 മാത്രമേ ഉള്ളെങ്കിൽ 2 ഉണ്ട്. 2ഉം 5ഉം എന്തായാലും വേണം. പക്ഷേ ഇതിൽ 2ഉം 3യും ഉള്ളൂ. അതാണ്. സോ എന്താ ചെയ്യുക, ദ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 6 raised to n consists of only the numbers 2 and 3. Okay, so it will not ends with 0 because if a number ends with 0, its prime factorization should consist of the numbers 2 and 5 both. എന്ന് എഴുതിയാൽ മതി. ക്ലിയർ? നിങ്ങളുടേതായ രീതിയിൽ എഴുതുക. എനിക്ക് ഞാൻ പറയുമ്പോൾ എൻ്റെതായ സ്റ്റൈലാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടേതായ രീതിയിൽ കൺക്ലൂഷൻ എഴുതി പഠിക്കുക. എന്നെ മാത്രം ഫോളോ ചെയ്യരുത്. സോ ദാറ്റ് ക്വസ്റ്റ്യൻ ഓവർ. 6 raised to n will not ends with 0. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് നമ്മൾ 6 പോവാണ്. 6 ഒന്നും ചോദിക്കാൻ സാധ്യതയില്ലാത്തൊരു ക്വസ്റ്റ്യനാണ്, പക്ഷേ നമുക്ക് ചുമ്മാ പറയാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. എക്സ്പ്ലെയിൻ വൈ, നിങ്ങൾ എഴുതിക്കോളൂ. എക്സ്പ്ലെയിൻ വൈ 7 × 11 × 13 + 13 ഈസ് എ കോമ്പോസിറ്റ് നമ്പർ എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് പിന്നെ ചെയ്യാം. 7 × 11 × 13 + 13 ഒരു കോമ്പോസിറ്റ് നമ്പർ ആണോ എന്ന്. എന്താണ്
7 × 11 × 13 + 13 ഈസ് എ കോമ്പോസിറ്റ് നമ്പർ ആണോ എന്നാണ് ചോദ്യം. ഓക്കെ, അത് പല രീതിയിൽ ചെയ്യാം. നിങ്ങളുടേതായ ഐഡിയകളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാൻ എൻ്റേതായ ഒരു ഐഡിയ പറയുന്നു. ഞാൻ ഈ ഒരു നമ്പർ കോമ്പോസിറ്റ് നമ്പർ ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. കോമ്പോസിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടിലധികം ഫാക്ടേഴ്സ് വരണം. അപ്പോൾ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇത് 3 മൾട്ടിപ്ലൈ ചെയ്യുക, 7ഉം 11ഉം 13ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ഇത് ആഡ് ചെയ്യാനാണ് എന്ത് ചെയ്യുക, 13 ഇങ്ങോട്ട് ആഡ് ചെയ്ത് 3 മൾട്ടിപ്ലൈ ചെയ്തിട്ട് 13 ആഡ് ചെയ്തിട്ട് വലിയൊരു നമ്പർ കിട്ടിയിട്ട് അത് കോമ്പോസിറ്റ് നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിനേക്കാളും നല്ലത് കോമ്പോസിറ്റ് നമ്പർ ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യുക? രണ്ടിലധികം ഫാക്ടേഴ്സ് അതിനുണ്ടോ എന്ന് നോക്കുക. ഇപ്പോൾ 6 കോമ്പോസിറ്റ് നമ്പർ ആണോ ചെക്ക് ചെയ്യാൻ 6നെ ഫാക്ടേഴ്സ് ചെയ്ത് നോക്കുക. 1 2 3 6. അപ്പോൾ രണ്ടിലധികം ഫാക്ടേഴ്സ് ഉള്ളതുകൊണ്ട് 6 കോമ്പോസിറ്റ് നമ്പർ. അങ്ങനെ വേണേൽ നോക്കാം. പക്ഷേ അത് ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആണ്. അത്രയൊന്നും നമുക്ക് പോകേണ്ട കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യാം, ഇതൊരു നമ്പർ അല്ലേ, ഈ 2 നമ്പറിലും കൂടെ ഏതാ കോമൺ? 13. ഇതൊരു ടേം അങ്ങനെ 2 ടേമായിട്ട് കണ്ടുകൂടെ? ഇതിലേതാ കോമൺ ആയിട്ടുള്ളത്? 13. ആ 13 അങ്ങ് ഔട്ട് സൈഡ് എടുക്കുക. ഇതിലും 13 ഉണ്ട്, ഇതിലും 13 ഉണ്ട്. 13 അങ്ങ് ഔട്ട് സൈഡ് എടുത്തേ. ബാക്കി ഇതിലെന്തുണ്ട്? 7 × 11. പിന്നെ ഈ ചിഹ്നം അതുപോലെ എഴുതുക. ഈ 13 നിന്ന് 13 ഔട്ട് സൈഡ് എടുത്തേ. അപ്പോൾ അവിടെ ഒന്നുമില്ല, അപ്പോൾ 1 എന്ന് എഴുതുക. ക്ലിയർ? അണ്ടർസ്റ്റുഡ് നോ? അപ്പോൾ ഇതായിരുന്നു നമ്മുടെ നമ്പർ. ആ നമ്പറിന് ഈ ടൈമിൽ നിന്ന് 13 അങ്ങ് ഔട്ട് സൈഡ് എടുത്തു. ബാക്കി എന്തുണ്ട്? നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ കേട്ടോ ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് വേറെ ഐഡിയ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, നോ പ്രോബ്ലം. ഇത് കോമൺ ടോപ്പിക്കാണ്. ലോജിക്ക് പല രീതിയിൽ സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് ഇന്ന പർട്ടിക്കുലർ മെത്തേഡിൽ സോൾവ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. സോ ഞാൻ ഈ 2 ടൈമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് അതിൽ നിന്ന് 13 ഔട്ട് സൈഡ് എടുത്തപ്പോൾ ആദ്യത്തെ 7 × 11 വന്നു. അടുത്തതിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ 1 എഴുതി. കാരണം 13 ഔട്ട് സൈഡ് എന്നാൽ ബാക്കി 1 ഉള്ളൂ. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ കൂടെ ഞാൻ ചുമ്മാ × ഒരു 1 എഴുതി. ചുമ്മാ × 1 എനിക്ക് എവിടെ വേണമെങ്കിലും എഴുതാം. കാരണം അത് ഒരിക്കലും വയലേറ്റ് ചെയ്യില്ല, ഒരു വിഷയം ഉണ്ടാകില്ല. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഗിവൺ നമ്പർ. ആ ഗിവൺ നമ്പറിനെ ഞാൻ ഒരു നമ്പർ ഇൻറ്റു ഇതൊരു നമ്പറായിട്ട് കൺസിഡർ ചെയ്യുക, ഇത് വേറൊരു നമ്പറായിട്ട് കൺസിഡർ ചെയ്യുക, ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വേറൊരു നമ്പറായിട്ട് കൺസിഡർ ചെയ്യുക, ഇത് വേറൊരു നമ്പർ. ഇപ്പോൾ എത്ര നമ്പേഴ്സായി? ഈ എഴുതുന്ന നമ്പേഴ്സിനെയാണ് അതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് വിളിക്കുക. ഉദാഹരണത്തിന് 6നെ ഞാൻ 2 × 3 എന്ന് എഴുതി കഴിഞ്ഞാൽ 2 ഒരു ഫാക്ടറാണ്, 3 ഒരു ഫാക്ടറാണ്. അതുപോലെ തന്നെ ഈ നമ്പറിനെ ഞാൻ ഇത് ഇതെന്ന് എഴുതിയിട്ടുണ്ടല്ലോ. ഇപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഇതൊരു ഫാക്ടറാണ്, ഈ ബ്രാക്കറ്റിനുള്ളിൽ എഴുതി വെക്കുന്നത് ഒരു ഫാക്ടറാണ്, ഇതൊരു ഫാക്ടറാണ്. ഇപ്പോൾ എത്ര ഫാക്ടറായി? 3 ഫാക്ടർ. രണ്ടിലധികം ഫാക്ടർ വന്നാൽ അത് കോമ്പോസിറ്റ് ആയില്ലേ? ഇതിവിടെ എത്ര ഫാക്ടർ ഉണ്ട്? 1 2 3 ഫാക്ടർ ഉണ്ട്. അപ്പം ഇതൊരു കോമ്പോസിറ്റ് നമ്പറായി. ഇതൊരു ലോജിക്കാണ്. നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പം ഇതിനെ ഞാൻ ഇങ്ങനെ എഴുതി. അപ്പോൾ നോക്കുമ്പോൾ 3 ഫാക്ടേഴ്സ് കിട്ടി എനിക്ക്. 2ലധികം ഫാക്ടേഴ്സ് വന്നത് കോമ്പോസിറ്റ് നമ്പറായി. ഇപ്പം 4 കോമ്പോസിറ്റ് നമ്പർ ആകാൻ കാരണം എന്താ? 1 ഒരു ഫാക്ടറാണ്, പിന്നെ 2 ഒരു ഫാക്ടറാണ്, 4 ഒരു ഫാക്ടറാണ്. അപ്പോൾ 3 ഫാക്ടേഴ്സായി. അതുപോലെ തന്നെ പറഞ്ഞേക്കാണ് 2ലധികം ഫാക്ടേഴ്സ് ആയപ്പോൾ ഇത് കോമ്പോസിറ്റ് നമ്പറായി. ഓക്കെ, ഇനി അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റൻ ഇതേ സെയിം മെത്തേഡ് ചെയ്യാം. 7 × 6 × 5 × 4 × 3 × 1 + 5. ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ. അത് കോമ്പോസിറ്റ് നമ്പറാണോ ചെക്ക് ചെയ്യാനാണ്. സുഖമാണ്. ഇത് രണ്ടും എന്ത് ചെയ്യാം? 2 ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇത് കോമ്പോസിറ്റ് നമ്പർ ആണെന്ന് ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം എക്സ്പ്ലെയിൻ വൈ ദേ ആർ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റീസൺ നിങ്ങൾക്ക് എഴുതാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 3 ഫാക്ടേഴ്സ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് അറ്റ്ലീസ്റ്റ് 3 ഫാക്ടേഴ്സ് എന്ന് എഴുതിയാൽ മതി. കാരണം എന്താ? ഇതിൽ കൂടുതൽ ഫാക്ടേഴ്സും ഉണ്ടാവാം. ഇപ്പം നമ്മൾ എന്തായാലും 3 ഫാക്ടർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞത് 3 ഫാക്ടർ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായല്ലോ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് അറ്റ്ലീസ്റ്റ് 3 ഫാക്ടേഴ്സ്, സോ ഇറ്റ് ഈസ് എ കോമ്പോസിറ്റ് നമ്പർ എന്ന് എഴുതുക. അത്രയും മതി. അതാണ് ഇതിൻ്റെ റീസൺ. ഇനി ഇത് കോമ്പോസിറ്റ് നമ്പർ ആണെന്ന് പറയാൻ കാരണം എന്താ? ഇത് ഒന്നാമത്തെ ടൈം, ഇത് രണ്ടാമത്തെ ടൈം എടുത്തിട്ട് നിങ്ങൾ 5 അങ്ങ് ഔട്ട്സൈഡ് എടുത്തു. ബാക്കി എന്തുണ്ട്? ബാക്കി 5 പോയിട്ട് ബാക്കിയുള്ള നമ്പറൊക്കെ ഇവിടെ എഴുതുക. 7 × 6 × 4 × 3 × 2. ഓക്കെ, പ്ലസ് 5 ന്ന് 5 ഔട്ട്സൈഡ് എന്നാൽ 1 വരും. ഓക്കെ, ഇൻറ്റു ഒരു 1 എഴുതുക. അപ്പോൾ ഈ ടോട്ടൽ നമ്പറിന് ഇപ്പോൾ ഞാൻ ഒന്നാമത്തെ നമ്പർ ഇൻറ്റു വേറെ നമ്പർ ഇൻറ്റു വേറെ നമ്പർ, ഇത് മൊത്തമായിട്ട് ഒരു നമ്പറാണല്ലോ എന്തായാലും ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക. അതുപോലെ ഇത് മൊത്തം ഒരു നമ്പറാണല്ലോ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക. അപ്പോൾ ഒരു നമ്പർ ഇൻറ്റു വേറെ നമ്പർ ഇൻറ്റു വേറെ നമ്പർ, അതായത് ഇതൊരു ഫാക്ടർ. ഈ ടോട്ടൽ നമ്പറിൻ്റെ ഫാക്ടർ 5 ഒരു ഫാക്ടറാണ്, ഈ വലിയ നമ്പർ വേറൊരു ഫാക്ടറാണ്, ഇതൊരു ഫാക്ടറാണ്. സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മോർ ദാൻ 2 ഫാക്ടേഴ്സ്. സോ ഇറ്റ് ഈസ് ഓൾസോ എ കോമ്പോസിറ്റ് നമ്പർ. കഴിഞ്ഞ പരിപാടി. അപ്പോൾ നമ്മൾ എക്സസൈസ് 1.2 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യും. 5 6 ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അത് വൃത്തിയായിട്ട് നോട്ടിലായിട്ട് എഴുതാം. ഇന്നത്തെ സെഷൻ 38 മിനിറ്റ് 40 മിനിറ്റിലോട്ട് അടുക്കുന്നു. ഇന്നിപ്പം 1 MB 1 GB കൂടുതൽ ഇപ്പം ഫയൽ, കുഴപ്പമില്ല. So I'm going to conclude this session. So next video session is going to be very important video session. Through the next video session we will learn some serious concept. Clear? And coming videos are more important compared to the last videos which I have sent. So all the best. So learn properly, stay safe, bye. And upload your notes in my period of time itself, because we are dealing with very simple concept. Then why I am waiting for much time for your note work? You just send me the note, then I can easily correct. No, so in my period itself you just try to send me notes. Thank you.